സർക്കാരിന്റെ ഹെലി ടൂറിസം പദ്ധതിക്ക് അല്പസമയത്തിനകം തുടക്കമാകും. കൊച്ചിയിൽ നിന്ന് മൂന്നാറിലേക്കാണ് ആദ്യ യാത്ര. ബിനിൽ ചേരുന്നുണ്ട്. നമുക്കൊപ്പം ബിനിൽ, ഈ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ എന്നൊരു സന്ദേശവുമായാണ് ഈ ഹെലി ടൂറിസം പദ്ധതിക്ക് തന്നെ തുടക്കമായത്. ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങുകൾ അത് ഏത് രീതി വരെ എത്തി? വിശദാംശം. സർക്കാരിന്റെ ഹെലി ടൂറിസം പദ്ധതിക്ക് അഡ്വഞ്ചർ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഹെലി ടൂറിസം പദ്ധതിക്ക് തുടക്കമാവുകയാണ്. കൊച്ചിയിൽ നിന്ന് മൂന്നാറിലേക്കാണ് ആദ്യ യാത്ര പോകുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസാണ് യാത്ര ഔദ്യോഗികമായി ഫ്ലാഗ് ഓഫ് ചെയ്തത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ബിനിലുണ്ട് നമുക്കൊപ്പം. ബിനിൽ, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ടൂറിസം ആകർഷണങ്ങളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ആസ്വദിക്കാൻ അവസരമൊരുക്കിയാണ് സർക്കാർ ഇത്തരത്തിലൊരു ഹെലി ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? സംസ്ഥാനത്തിന്റെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നത് തന്നെയാണ് ഉദ്ദേശമെന്ന് അല്പം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ച ടൂറിസം മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ഒരു ഹെലി ടൂറിസം നയം തന്നെ സംസ്ഥാനത്ത് രൂപീകരിക്കാൻ പോകുന്നു എന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് സംസ്ഥാനത്ത് ഹെലി ടൂറിസത്തിന് ഇനി വലിയ സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നത് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതിനായി ടൂറിസം വകുപ്പിന്റെ ഒരു പ്രത്യേക വെബ്സൈറ്റ് തന്നെ ഇന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. ആ വെബ്സൈറ്റിലൂടെ വിവിധ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് ഹെലി ടൂറിസം വഴിയുള്ള യാത്രകൾ ബുക്ക് ചെയ്യാൻ കഴിയും. സ്വകാര്യ സംരംഭകരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഹെലി ടൂറിസം അത് യാഥാർത്ഥ്യമാക്കുന്നത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളിലേക്കാണ് സർക്കാർ ഇപ്പോൾ പോയിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഹെലി ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ആദ്യ യാത്രക്കാരുമായിട്ടുള്ള സംഘം പുറപ്പെടുന്നതാണ്. 2 കുടുംബങ്ങളാണ് കൊച്ചിയിൽ നിന്ന് യാത്ര പുറപ്പെടുന്നത്. കൊച്ചിയിൽ നിന്ന് മൂന്നാറിലേക്ക് ഒരാൾക്ക് 18,000 രൂപയാണ് ഹെലി ടാക്സി ഈ ടൂറിസം സർവീസിന്റെ നിരക്കായി നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് 18,000 രൂപയ്ക്ക് ഒരാൾക്ക് കൊച്ചിയിൽ നിന്ന് മൂന്നാറിലേക്ക് എത്താൻ കഴിയും. അതായത് ഒരു ദിശയിലേക്കുള്ള മാത്രമുള്ള നിരക്കാണ് 18,000 രൂപ. റൗണ്ട് ദ ട്രിപ്പ് അല്ല, അതായത് തിരിച്ചു വരണമെങ്കിൽ വീണ്ടും 18,000 രൂപ മുടക്കേണ്ടി വരും. ഒരു ദിശയിലേക്കുള്ള നിരക്കാണ് ഇപ്പോൾ ഈ നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് കൂടുതൽ ടൂറിസം കേന്ദ്രങ്ങളിലേക്കും കൊച്ചിയിൽ നിന്ന് മൂന്നാറിലേക്ക് മാത്രമല്ല കേരളത്തിന്റെ വിവിധ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് സമാനമായ രീതിയിൽ ഹെലി ടൂറിസം ഓപ്പറേഷനിലേക്ക് പോവുകയാണ്. അതിനുവേണ്ടിയാണ് പ്രത്യേക വെബ്സൈറ്റ് അടക്കം സർക്കാർ സജ്ജീകരിച്ചിരിക്കുന്നത്. ആ വെബ്സൈറ്റിലൂടെ നമുക്ക് ഈ യാത്ര ബുക്ക് ചെയ്ത് യാത്ര പുറപ്പെടാനും കഴിയും. ഇപ്പോൾ നിലവിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് മൂന്നാറിലേക്കുള്ള ട്രിപ്പാണ്. അതിന്റെ ഫ്ലാഗ് ഓഫാണ് അല്പം മുമ്പ് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ്. എത്ര സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ഒരു യാത്ര ഈ ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്? ഒപ്പം തന്നെ ഈ ഹെലികോപ്റ്ററിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? പ്രധാനമായും 4-5 ടൂറിസം കേന്ദ്രങ്ങൾ അതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. കാരണം ഈ ഹെലികോപ്റ്റർ ഇറങ്ങുന്നതിനും അവിടെ നിന്ന് മറ്റ് സജ്ജീകരണങ്ങൾ കൂടി ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 8 സ്ഥലത്താണ് ഇപ്പോൾ ഈ ഹെലി ടൂറിസത്തിനുള്ള സംവിധാനങ്ങൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഒന്ന് കോവളത്താണ്, മറ്റൊന്ന് അഷ്ടമുടി, കൊച്ചി, കടവ്, ബംഗളൂരു. ആ ഒരു കണക്ടിവിറ്റിയിലാണ് ഇപ്പോൾ സർക്കാർ ഈ ഹെലി ടൂറിസം പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. അങ്ങനെ വിവിധ മേഖലകളിലൂടെ സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം ആകർഷണ കേന്ദ്രങ്ങളിലൂടെ ഹെലി ടൂറിസം പദ്ധതി നടപ്പാക്കിയാണ് സർക്കാർ. പ്രത്യേകിച്ച് നമ്മുടെ ടൂറിസം സീസന്റെ ഒരു പീക്കിലേക്ക് നമ്മൾ എത്തുകയാണ്. കൂടുതൽ വിദേശ വിനോദസഞ്ചാരികൾ അടക്കം ഇറങ്ങുന്ന ഒരു സമയത്തേക്ക് വരികയാണ്. അപ്പോഴാണ് ഈ ഹെലി ടൂറിസം എന്ന പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. സ്വകാര്യ സംരംഭകരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ടൂറിസം മേഖലയിലെ പുതിയ സാധ്യതകൾ തുറന്നിട്ടുകൊണ്ടാണ് സർക്കാരിന്റെ സർക്കാരിന്റെ ഹെലി ടൂറിസം പദ്ധതിക്ക് തുടക്കമായിരിക്കുന്നു. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ടൂറിസം ആകർഷണങ്ങളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ആസ്വദിക്കാൻ അവസരമൊരുക്കുകയാണ് സംസ്ഥാന സർക്കാർ.